കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. എഫോദിനും മാർപതകത്തിനും പതിപ്പാൻ ഗോമേദകക്കല്ല്, രത്നങ്ങൾ എന്നിവ തന്നെ. കർത്താവ് എനിക്ക് ഇതിൽ നിന്നും വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യം, ചില ആളുകളുടെ ഉള്ളിൽ ഒരു സംശയമുണ്ട്. എന്താണ്? സ്നാനപ്പെടുന്നതിന് മുൻപ് കർത്തൃമേശയിൽ പങ്കെടുക്കാൻ പാടുണ്ടോ, അഥവാ കർത്തൃമേശ കഴിക്കാൻ പാടുണ്ടോ? നിങ്ങളുടെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം പാടില്ല എന്നാണ്. സ്നാനം എന്നാൽ കർത്താവിനോട് കൂടെ ചേരുന്നതാണ് സ്നാനം. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ മാംസമാകുന്ന അപ്പവും രക്തമാകുന്ന വീഞ്ഞും ഭക്ഷിപ്പാൻ നാം ദൈവത്തോടു കൂടെ ചേരണം. ആമേൻ. അതിന് നാം ചർച്ചിൽ പോവുക, കുറഞ്ഞതൊരു 6 മാസം എങ്കിലും നമ്മൾ ചർച്ചിനകത്തിരിക്കുക, വചനത്തിൽ വളരുക, അതായത് ഉപദേശം കേട്ട് അതിനെ ഹൃദ്യസ്ഥമാക്കുക, വചനത്തിൽ വളരുക, ദൈവവിശ്വാസത്തിൽ ഉറയ്ക്കുക, കർത്താവിനോടുള്ള വിശ്വാസത്തിൽ നാം മുന്നേറുക. എന്താണ് കർത്താവിൻ്റെ സ്നേഹം അഥവാ കരുണ എന്ന് നാം മനസ്സിലാക്കിയെടുക്കുക. പാപത്തെ ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക, അതായത് മാനസാന്തരപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാവുക. അതിനുശേഷം ഒരു 6 മാസം, എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ, അങ്ങോട്ട് ചെന്ന ഉടനെ മുങ്ങി പൊങ്ങുന്ന പരിപാടി ഒരിക്കലും നല്ലതല്ല. നമ്മൾ അങ്ങനെ മുങ്ങിയാൽ പള്ളിയിലോട്ട് ചെല്ലുക, സ്നാനത്തിന് എഴുതി കൊടുക്കുക, സ്നാനപ്പെടുക, എന്നിട്ട് ഓടിച്ചെന്ന് എന്താണ് പറയുക, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരിക്കലും നല്ലതല്ല. അങ്ങനെ ചെയ്യുന്നവർ ആ പോകുന്നതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു പോകും. ആമേൻ. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 6 മാസമെങ്കിലും സഭയ്ക്കകത്ത് ചെന്നിരുന്ന് വചനം കേൾക്കുക, വചനത്തിൽ വളരുക. എന്താണ് ദൈവസ്നേഹം എന്ന് നാം മനസ്സിലാക്കിയെടുക്കുക. കർത്താവിൻ്റെ ആ സ്നേഹത്തിലും കരുണയിലും നാം വളരുക, വിശ്വാസത്തിൽ നാം ഉറയ്ക്കുക. നമുക്ക് എന്താണ് കർത്താവിൽ വിശ്വാസം ഉണ്ടാകുന്നത് ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടോ അല്ല. നമ്മുടെ വിശ്വാസത്തിൽ ഊട്ടി ഉറപ്പിക്കുന്നത് കർത്താവായ യേശുവാണ്. എങ്ങനെയാണ് നാം വിശ്വാസത്തിൽ വളരുന്നതെന്ന് അറിയാവോ? അതിന് ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് 2007 ക്യാൻസർ വന്നിരുന്നു. അപ്പം ഞാനത് അറിഞ്ഞില്ല. ഏകദേശം 2 വർഷത്തോളമായി ഞാനത് അറിഞ്ഞില്ല. എനിക്ക് അതിൻ്റേതായ ഒരു അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ മുഴകൾ പുറമേയല്ല, അകമേ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഈ ക്യാൻസറിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് വേദനയാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ്, ഒരവസ്ഥയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നാളെ RCCയിലേക്ക് പോയി പരിശോധിക്കണം. ക്യാൻസറിൻ്റെ ചെറിയൊരു ലക്ഷണമുണ്ട്. അത് 2 വർഷം ഏകദേശം ആകുന്നു, തുടക്കമാണ്. അത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ചികിത്സിക്കണമെന്ന് പറയും. അപ്പം ഞാനന്ന് പള്ളിയിൽ പോകുന്നുണ്ട്, എങ്കിലും രക്ഷിക്കപ്പെടുകയോ സ്നാനപ്പെടുകയോ ഒന്നും ചെയ്തില്ല. ആണ്ടിലൊരിക്കൽ പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക, ഇങ്ങനെ മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാൻ ഹിന്ദുവിൽ നിന്നും ക്രിസ്ത്യാനിത്വത്തിലേക്ക് പോയതാണ്. എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, നീ പള്ളിയിൽ പോവുക, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്റെ കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും എല്ലാം കർത്താവ് ഒരു പരിഹാരം തരും എന്ന് ആ ചേച്ചി മുഖാന്തരം ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങിയതാണ്. അതുവരെ അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവർ ആണെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ ഇടത് ബ്രസ്റ്റിലാണ് ക്യാൻസർ വന്നത്. അപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, കീമോ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. എനിക്കാണെങ്കിൽ പേടി, മനസ്സിലായോ? കാരണം ഞാൻ ക്യാൻസർ രോഗികളെയും കീമോ ചെയ്യുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേടി. ഞാൻ എന്ത് ചെയ്തു, ഞാൻ സ്ഥിരം സഭയിൽ ചെന്നിരിക്കുമ്പോൾ അവിടെ നിന്ന് കേൾക്കുന്ന വാക്ക്, കർത്താവ് കരുണയുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്, നിന്റെ പ്രശ്നങ്ങൾക്ക് അവൻ പരിഹാരം തരും, നിന്റെ രോഗങ്ങൾക്ക് അവൻ വിടുതൽ തരും എന്നാണ് ഞാൻ സ്ഥിരം കേൾക്കാറുള്ളത്. കർത്താവ് സ്നേഹമാണ് എന്നാണ് ഞാൻ കേൾക്കാറുള്ളത്. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, നേരെ സഭയിൽ പോയി പാസ്റ്ററുടെ കാര്യം പറഞ്ഞു. എന്നാൽ പാസ്റ്ററുടെ കാര്യം പറഞ്ഞാലും എൻ്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ ദൈവം എന്നെ ചിലപ്പോൾ വിഴിവിക്കുമായിരിക്കും എന്നൊരു വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. അതൊരു അല്പവിശ്വാസമാണ്. ഈ അല്പവിശ്വാസം കൊണ്ട്
ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നു. അപ്പോൾ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ ദൈവം എന്നെ വിടിവിക്കുമായിരിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി. അവർ ചെല്ലാൻ പറഞ്ഞ ദിവസം അവിടെ ചെന്നു. അവർ എന്തോ ഭാഗ്യത്തിന് ഒരു ടെസ്റ്റും കൂടി നടത്തിയപ്പോഴത്തേക്കും ആ ക്യാൻസറിൻ്റെ സെല്ലുകളെ കാണാനില്ല. ആമേൻ. അന്നേരം ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്സ് ഒന്നും കാണുന്നില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞു. ആമേൻ. കുറച്ച് നാൾ കഴിഞ്ഞു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം കാണുന്നില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കാം, അതാവാം അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. ഏത് ഡോക്ടറാണോ എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതേ ഡോക്ടർ തന്നെ എനിക്ക് ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വിടുതൽ എൻ്റെ ജീവിതത്തിൽ നടന്നപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് എന്നെ കരുതിക്കൊള്ളും, എന്നെ വിടുവിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായി. ആ വിശ്വാസത്തെ ദൈവം തമ്പുരാൻ വീണ്ടും വീണ്ടും വളർത്തി. ആമേൻ. എങ്ങനെയാണ് വളർത്തിയത്? എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴെല്ലാം ഞാൻ ആലോചിക്കും, അന്ന് എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് വിടുതൽ തന്നു. അപ്പം ഈ പ്രശ്നത്തിൽ നിന്നും കർത്താവ് എന്നെ വിടുവിക്കും എന്ന ഒരു വിശ്വാസം ഉണ്ടായിട്ട് ഞാൻ വീണ്ടും വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ച് എൻ്റെ പ്രശ്നങ്ങൾക്ക് വിടുതൽ എൻ്റെ കർത്താവിൽ നേടിയെടുത്തു. അങ്ങനെ അതിൻ്റെ പേരാണ് വിശ്വാസത്തിൽ വളരുക എന്ന് പറയുന്നത്. ആമേൻ. ഇനി രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് പറഞ്ഞാൽ കർത്താവിൻ്റെ രക്ഷ, ദൈവത്തിൻ്റെ കരുണയെ നാം തിരിച്ചറിയുന്നതാണ് കർത്താവിൻ്റെ രക്ഷ എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപ സ്വഭാവത്തെ നമ്മളങ്ങ് കളയുക. അതോടുകൂടി വെള്ളത്തിലിറങ്ങി മുങ്ങാൻ പാടില്ല. മുങ്ങിക്കഴിഞ്ഞാൽ പൊങ്ങി വരുമ്പോഴേക്കും ഈ സ്വഭാവം അങ്ങോട്ട് മാറി നിന്ന സാത്താൻ വീണ്ടും നമ്മളിലേക്ക് തിരിച്ചു വരും. ആമേൻ. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകുക. ഉദാഹരണം, ഒരാൾക്ക് മദ്യപാനിയായ ഒരു മദ്യപാനത്തിൻ സ്വഭാവം ഒരാളിലുണ്ടെന്ന് കരുതുക. അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാവുക, ബാക്കി കർത്താവ് നോക്കിക്കോളും. ആമേൻ. അതുകൊണ്ട് ആദ്യം നമ്മളൊരു 6 മാസം പള്ളിയിൽ പോവുക, വചനം കേട്ട് വളരുക, അതിനുശേഷം കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുക. തുടർച്ചയായി നമ്മൾ ഒരൊറ്റ ആരാധന പോലും മുടക്കാതെ തുടർച്ചയായി കൂട്ടായ്മയിൽ പങ്കെടുക്കുക, ദൈവവുമായി കൂടിച്ചേരുക, എന്നിട്ട് കർത്തൃമേശയിൽ പങ്കെടുക്കുക, അപ്പോൾ വീഞ്ഞും കഴിക്കുക. അല്ലാത്തൊരാൾക്ക് രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാതെ, ദൈവത്തോട് കൂടെ നടക്കാത്ത, ദൈവത്തോട് കൂടെ ചേരാത്ത ഒരു വ്യക്തിക്ക് കർത്തൃമേശയിൽ പങ്കെടുക്കാൻ ദൈവം അനുവാദം കൊടുക്കുന്നില്ല. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.